പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPM-ലെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരാൻ സാധ്യത രണ്ടിടങ്ങളിൽ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കില്ല എന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കട്ടെ. താനൂരിൽ നിന്ന് മാറി ഇത്തവണ തിരൂരിൽ മത്സരിക്കാൻ അബ്ദുറഹ്മാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. അനുവാദമില്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് വി അബ്ദുറഹ്മാൻ ഇതുവരെ പ്രചരണത്തിനിറങ്ങിയിട്ടില്ല. തിരൂരിൽ സ്ഥാനാർത്ഥിയാക്കി അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാനും CPM ശ്രമം നടത്തുന്നുണ്ട്. മുബഷിർ പി അക്ബറും റാഹീസ് റഷീദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ, റഹീസ്, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി. മുബഷിർ, എന്തുകൊണ്ടാണ് താനൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച മന്ത്രിയായ അബ്ദുറഹ്മാൻ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല? നമ്മൾ അത്ഭുതപ്പെട്ടു. സ്ഥാനാർത്ഥി പട്ടിക വന്ന റോഡ് ഷോ കണ്ടില്ല. അതിനുശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങി വോട്ട് തേടിയിട്ടില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് താനൂർ അബ്ദുറഹ്മാന് താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നു, തിരൂരാണ് താല്പര്യമെന്ന് അറിയിച്ചിരുന്നു. തിരൂരിൽ ഒരുപക്ഷെ അബ്ദുറഹ്മാനെ നിർത്താനുള്ള സാധ്യതയാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? താനൂരിലെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള അതൃപ്തി അബ്ദുറഹ്മാൻ ഉണ്ടോ? മുബഷീർ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ തനിക്ക് താനൂരിൽ നിന്നും മാറി തന്റെ ജന്മദേശം കൂടിയായിട്ടുള്ള തൊട്ടടുത്തുള്ള തിരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത, താല്പര്യം മന്ത്രി കൂടിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. താനൂരിലാണെങ്കിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് ജില്ലാ നേതാക്കൾ പറഞ്ഞിരുന്നത് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കൂ, നമുക്കത് പരിഗണിക്കാം, ആ വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താനൂരിൽ തന്നെ വി അബ്ദുറഹ്മാനെ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം 2 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയായിട്ട് ഒരു തരത്തിലുള്ള പ്രചാരണവും വി അബ്ദുറഹ്മാൻ ആരംഭിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഒരു തരത്തിലുള്ള പോസ്റ്റും അദ്ദേഹം ഇതുവരെ താൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിട്ടില്ല. സാധാരണഗതിയിൽ താനൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ റോഡ് ഷോ തീരദേശ മേഖലകൾ ഉൾപ്പെടെ കഴിഞ്ഞ തവണ സംഘടിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് വി അബ്ദുറഹ്മാൻ. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഒരു തരത്തിലും നേതൃത്വവുമായിട്ട് ഇപ്പോൾ സഹകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം CPM അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചതുപോലെ തന്നെ തിരൂരിൽ മത്സരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കാം എന്നുള്ളതാണ് CPM നേതൃത്വം ഇപ്പോൾ അദ്ദേഹത്തോടെ പറഞ്ഞിരിക്കുന്നത്. തിരൂരിൽ നിലവിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവരെ മാറ്റി വി അബ്ദുറഹ്മാനെ തിരൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വി അബ്ദുറഹ്മാനെ സംബന്ധിച്ച് ഇനി മത്സരിക്കാൻ തന്നെയില്ല എന്നൊരു നിലപാടിലാണ് അദ്ദേഹം തുടരുന്നതെന്നോടെ മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ താനൂരിനെ സംബന്ധിച്ച് വലിയ പോരാട്ടം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോവുകയാണ്. PK നവാസിനെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ നേരിയ വോട്ടിനായിരുന്നു അവിടെ വി അബ്ദുറഹ്മാൻ വിജയിച്ചിരുന്നത്. ഒരുപക്ഷേ പരാജയത്തിന്റെ ഒരു ഭീതി ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയായിരിക്കാം വി അബ്ദുറഹ്മാൻ അത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരൂര് നേരത്തെ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വലിയ അവഗണന പാർട്ടി നേതൃത്വത്തിന്റെ തലത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതും അബ്ദുറഹ്മാന്റെ പ്രധാനപ്പെട്ട ഒരു പരാതിയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അത് പരസ്യമായി തന്നെ പ്രചാരണത്തിനിറങ്ങാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇനി CPM നേതൃത്വം എങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് കാണേണ്ടത്. താങ്ക് യു. നമുക്കിപ്പം റഹീസ് റഷീദ് കൂടിയുണ്ട്. റഹീസ് റഷീദ്, അബ്ദുറഹ്മാൻ താനൂരിൽ മത്സരിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തിരൂരിൽ അബ്ദുറഹ്മാനെ നിർത്താനാണോ നീക്കം? പക്ഷേ ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഇതിനകം തന്നെ നഷ്ടപ്പെടുത്തിയിരുന്നു. എന്താണ് CPM-ന്റെ ഈ നീക്കം? അബ്ദുറഹ്മാൻ താല്പര്യമില്ലെന്നറിയിച്ചിട്ടും താനൂർ കൊടുത്തത് എന്തിനായിരിക്കും? തിരൂർ ആവശ്യപ്പെടുമ്പോൾ CPM അതിന് വഴങ്ങുകയാണോ? റഹീഷ്. നേതാക്കൾ പറയുന്നത് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്നൊരു താല്പര്യം പാർട്ടി അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് രാജ്യത്തിന് പുറത്തുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന കാര്യമാണ് അറിയിച്ചത്. പിന്നീട് പാർട്ടി നേതൃത്വം സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം സമ്മതം മൂളി. ആ സമയത്തും താനൂർ പറ്റില്ല എന്ന് അഡമന്റായ ഒരു സ്റ്റാൻഡ് അബ്ദുറഹ്മാൻ എടുത്തിരുന്നില്ല. പക്ഷേ തിരൂർ കിട്ടിയാൽ, അദ്ദേഹത്തിന്റെ നാട് തിരൂരാണ്, അദ്ദേഹം പൊതുപ്രവർത്തനവും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സ്ഥലം തിരൂരാണ്. അതുകൊണ്ട് തിരൂർ മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ താനൂരിൽ നിർത്തിയാൽ അദ്ദേഹം മത്സരിക്കില്ല എന്ന് വിചാരിച്ചില്ല എന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അബ്ദുറഹ്മാൻ മത്സര രംഗത്ത് ഉണ്ടാകുമെന്നും ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകുമെന്നുമാണ് CPM-ന്റെ സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അത് മണ്ഡലം ഏതാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് പറയില്ല, താനൂർ എന്ന് തന്നെ ഉറപ്പ് പറയില്ല എന്ന് പറയുന്നു. ഇതിനകത്ത്
മറ്റ് ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. താനൂരിൽ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. വർഷങ്ങളായി താനൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിച്ച് താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് രംഗത്തുണ്ട്. ഇന്നലെ PK നവാസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ചില വിമത നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് ചില ലീഗ് നേതാക്കൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഒപ്പം കൂട്ടാൻ പറ്റുമോ എന്നൊരു നീക്കം കൂടി CPIMന്റെ ഭാഗത്ത് നിന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 സീറ്റ് സേഫായി വരും എന്നാണ് CPM പരിഗണിക്കുന്നത്. മറ്റൊന്ന്, മങ്കടയിൽ ജില്ലാ കമ്മിറ്റി അംഗം MP അലവിയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അലവിയും പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. അവിടെ മുസ്ലിം ലീഗിന്റെ മണ്ഡല നിയോജക മണ്ഡലം പ്രസിഡന്റായ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. അതായത് അലവിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുണ്ട്. മഞ്ഞളാംകുഴിക്കെതിരെ നിലപാട് പാർട്ടിക്കകത്തെടുത്ത ആളാണ് കുന്നത്ത് മുഹമ്മദ്. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദും ഒപ്പം മുബഷീറുമാണ് വിവരങ്ങൾ നൽകിയത്.